നന്മയുണ്ടാകണമെങ്കിലും ദീർഘവയസ്സോടെ ഇരിക്കണമെങ്കിലും എന്ത് ചെയ്യണം? നാം തിരിച്ചറിയേണ്ട സത്യങ്ങളാണ്, നിർവക്തപ്പെട്ട ചില കാര്യങ്ങളാണ് വേദപുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്ന എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു: മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ. നിനക്ക് നന്മയുണ്ടാകുവാൻ നീ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. പ്രബോധനം ഇവിടെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. നന്മ ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? എല്ലാവരും തിരിച്ചറിയേണ്ട ഈ സത്യകാര്യമാണ്, അപ്പനെയും അമ്മയെയും ബഹുമാനിക്കണം. ഈ ലോകത്തിൽ ദൈവം തന്നിരിക്കുന്ന ദാനമാണ് കാണപ്പെടുന്ന മാതാവും പിതാവും. കാണപ്പെടുന്ന മാതാവിനെയും പിതാവിനെയും സ്നേഹിക്കുന്നവൻ, ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ കാണപ്പെടാത്ത ദൈവത്തെയാണ് സ്നേഹിക്കുന്നത്. ഈ ലോകത്തിൽ മാതാപിതാക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവത്തിൻ്റെ ദാനമായി ഇഷ്ടാർത്ഥമായി നമുക്ക് തന്നിരിക്കുമ്പോൾ മക്കളോട് പറയുന്ന സന്ദേശങ്ങൾ, നിങ്ങൾ മാതാപിതാക്കൾ ഇവിടെ വെച്ച് ചെയ്തു കൊടുക്കേണ്ട ചില കടമകൾ, ചില കാര്യങ്ങൾ, അവരുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളിൽ അനുദിനം അവർക്ക് വേണ്ടതായ ആഹാരം, വസ്ത്രം, ഔഷധം, അവരെ കിടപ്പിലായിരിക്കുമ്പോൾ അവരെ ശുശ്രൂഷിക്കുകയും ഇറങ്ങിച്ചെന്ന് അവരെ കൈപിടിച്ച് സ്വന്തം നടക്കുവാനും സ്വന്തം എഴുന്നേൽക്കുവാനും കഴിയാതെ വരുമ്പോൾ അവർക്ക് വേണ്ടി ഓരോ മക്കളും അറിഞ്ഞിരിക്കേണ്ട സത്യമാണ്, അവർക്ക് വേണ്ടി കരം കൊടുത്ത് മുൻപോട്ട് കൈപിടിച്ച് വീഴാതെ വണ്ണം താങ്ങി അവരുടെ കിടക്കയിൽ വിശ്രമത്തിൽ ഓരോ നിമിഷത്തിലും അതതേ സമയത്തിൻ്റെ ശുശ്രൂഷകൾ ചെയ്യണം. എന്നാൽ ഇതൊക്കെയും ചെയ്യുമ്പോൾ നാം യേശു കർത്താവിന് മാത്രമാണ് ചെയ്യുന്നത്. ഈ ലോകത്തിലെ അനുഗ്രഹം അല്ലെങ്കിൽ നന്മ എന്ന് പറയുന്നത് ദൈവത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും, കൊച്ചു കൊച്ചു കാര്യങ്ങളിലും വലിയ വലിയ നന്മയുടെ വാതിലുകൾ ദൈവം നമുക്ക് വേണ്ടി തുറന്നു തരും. വേദപുസ്തകം ഇങ്ങനെ പറയുന്നു: കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവൻ അല്ല, കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് ഹല്ലേലൂയ ദൈവത്തിൻ്റെ മക്കൾ. വീട്ടിനകത്ത് നാം ഇത് ചെയ്യണം. ദേശത്തെ നാം ഇത് നമ്മെ പ്രായം കൂടിയവർക്ക്, പ്രായം കുറഞ്ഞവർ സഹോദരങ്ങളെ ശുശ്രൂഷിക്കണം. പ്രായം കൂടിയ മാതാപിതാക്കളെ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിനകത്തെ ശുശ്രൂഷിക്കണം. എന്നാൽ മാത്രം ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ ചെയ്തു തരും. ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നാം നിത്യതയ്ക്ക് വേണ്ടി നമ്മെ തന്നെ ഒരുക്കിയെടുക്കുകയും 100 മടങ്ങ് നമ്മെ ദൈവത്തിന് പ്രസാദം തോന്നി ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.